ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പാട്ട് മിസ് ചെയ്തു. ആഫ്റ്റർനൂൺ ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒട്ടും ആയിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഫസ്റ്റ് അവർ പിടിച്ചിരുന്നു. ഷാഹിന എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞടി എനിക്ക് ചിക്കൻ ബോക്സ് വന്നയാ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് നീ ഇത് സിസ്റ്ററിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നീ ഇത് കരഞ്ഞാരെ അറിയിക്കേണ്ട, എല്ലാവർക്കും പേടിയാവും, സിസ്റ്ററിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കാണിച്ചപ്പോഴത്തേക്ക് എന്നെ മിസ്സിനെ കൂട്ടി കാഷ്വാലിറ്റി വിട്ടു. അപ്പോൾ എമർജൻസി ചെന്നപ്പം ടോർച്ചൊക്കെ അടിച്ച് നോക്കി. അപ്പോൾ ഫ്ലൂയിഡ് ഫീൽഡ് ബ്ലിസ്റ്റർ ആ കയ്യിൽ വരുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 14 days എൻജോയ് ചിക്കൻ ബോക്സ് ആണെന്നു. അപ്പോൾ ഞാൻ ഒറ്റ കരച്ചില്ല. എനിക്ക് സങ്കടം സഹിക്കുക വയ്യ. കാരണം ജൂൺ 3-നാണെന്ന് തോന്നുന്നു. ജൂൺ 3-നാണ് കോളേജ് ഡേ. ഞങ്ങൾ കയറിയിട്ട് ആദ്യത്തെ കോളേജ് ഡേ. ഹെന്ന മിസ്സാണ്. മിസ്സ് പറഞ്ഞു സാരമില്ല, സ്റ്റുഡൻറ്റ് പീരീഡിലൊക്കെ വരുന്ന സാരമില്ലെന്ന് പറഞ്ഞു. മിസ്സ് മാത്രമാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. വേറെ ആരും പറഞ്ഞില്ല. വഴിനീളെ കരഞ്ഞ് കോളേജിലെത്തി. പ്രിൻസിപ്പലിൻ്റെ വക ഇത്തിരി നീ നിൽക്ക്, എന്തിനാ കരയുന്നത്, ഇപ്പോൾ വന്നതൊന്നും കാര്യമായില്ലേ, പ്രഗ്നൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിനോട് ബുദ്ധിമുട്ടാണ്, മെഡിസിൻ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ. അപ്പോഴും എനിക്ക് ആശ്വാസവാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിക്ക് റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് ഷാഹിനെയാണ് എനിക്ക് ഫുഡൊക്കെ കൊണ്ടുതരുന്നത്. അപ്പോൾ എനിക്ക് വേറെ ആരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. എൻ്റെ കൂടെയുള്ള എല്ലാവരും പേടിച്ചു എനിക്ക് ചിക്കൻ ബോക്സ് ഒന്നുമല്ലോ. കാരണം എന്നെയാണെങ്കിൽ തൊടാത്ത ചുരുക്കം ചില പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും തൊട്ടു. അപ്പോൾ അമ്മ വന്ന് 6 മണിയായപ്പം കൊണ്ടുപോയി. ട്രെയിനിലാണ് പോയത്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ഷോൾ പോച്ചേക്കപ്പം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ദൈവമേ ആർക്കും വരല്ലേ. അപ്പം കാച്ചടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് വീട്ടിൽ ബാക്കിയുള്ളവർക്കൊന്നും വന്നിട്ടും ഇല്ലായിരുന്നു. പക്ഷെ ആർക്കാർക്കും ഞാൻ കൊടുത്തുമില്ല. അന്ന് ആനന്ദം OTT ഇറങ്ങിയ സമയമാണ്. ലിറ്ററലി പറഞ്ഞ ഒരു 4-5 വട്ടം കണ്ടിട്ടുണ്ടായിരിക്കും. വേറൊന്നും എനിക്ക് കാണാനില്ല. ഉപ്പില്ലാതെ എനിക്ക് പറ്റത്തില്ല. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് 12 ദിവസം പിടിച്ചിട്ട് 13ാമത്തെ ദിവസം ഞാൻ ഉപ്പിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു. അങ്ങനെയൊക്കെ സെറ്റ്. എപ്പോഴും മുഖം കഴുകുന്നതുകൊണ്ട് ഈ ബ്ലിസ്റ്റർ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ പാടായിട്ട്. പിന്നെ എനിക്ക് ഒത്തിരി വന്നില്ല. ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ട് അസൈക്ലോർ എടുത്തായിരുന്നു. 14 days കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ കോളേജ് ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കഥകളൊക്കെ പറയാം. എല്ലാവരെ കൊണ്ടും ഷീറ്റൊക്കെ മാറ്റി എല്ലാവരെ കൊണ്ടും ഹോമിയോ മെഡിസിൻ എടുപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് നടക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഫ്രണ്ടിന് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ 2 weeks ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് അടുത്താക്കുന്നു. അങ്ങനെ തുരിതുരെ പോകാൻ തുടങ്ങി. 12 പേർക്ക് ഞാൻ കൊടുത്തു ചിക്കൻ പോക്സ്. പിന്നെ ഞാൻ എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. എന്നിട്ട് എല്ലാവരും എന്നെ വന്ന് കാണിക്കും, ഇതാണോടി ഇതാണോടി ഇതിങ്ങനെ. എല്ലാവർക്കും പേടിയായി. പിന്നെ ഇത് കള്ളം പറഞ്ഞ് കുറേ പേര് വീട്ടിൽ പോയി. അതായത് ചെറിയ 2 കുരു കണ്ടപ്പോഴത്തേക്ക് സാധാ കുരു കണ്ടപ്പോഴത്തേക്ക് കുറേ പേര് വീട്ടിൽ പോയവരുണ്ട്. സിസ്റ്റർ ചോദിച്ചു കൊച്ചെ നിനക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്, എല്ലാവർക്കും കൊടുത്തല്ലോ, ബാച്ച് ഫുള്ള് കൊടുത്തല്ലോ എന്നൊക്കെ. അന്നേരം എനിക്ക് സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് പേർക്കൊക്കെ വരട്ടെ, എനിക്ക് മാത്രം എൻ്റെ തലയിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു. എന്നോട് ക്ഷമിക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ ബ്ലിസ്റ്റേഴ്സ് ഒന്നും കുത്തി പൊട്ടിക്കാതിരിക്കുക. ഞാനിങ്ങനെ കഥ പറയുമ്പം ഒരുപാട് കൂടിപ്പോവേ, അത് കാരണമാണ് ഞാൻ 2 പാർട്ടാക്കിയിട്ടത്. ഞാൻ വേഗം പറയാൻ ശ്രമിച്ചാലും ഇങ്ങനെ കാട് കയറിപ്പോവും. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ശരി, ബൈ.